ഹല്ലേലൂയ. ഗെനാസരത്ത് തടാകത്തിന്റെ തീരത്ത് യേശു എത്തിയപ്പോൾ ശിമിയോന്റെ പടക് കണ്ട് കർത്താവ് പറയുകയാണ്, അത് മുന്നോട്ടിട്, ഞാൻ അതിൽ കയറി ദൈവവചനം പ്രസംഗിക്കേണ്ടതിന്. കാരണം ജനം തിക്കി തിരക്കി കർത്താവിൻ്റെ വായിൽ നിന്നുള്ള ആ മാധുര്യമേറുന്ന ദൈവീക വചനം കേൾക്കേണ്ടതിനാണ്. അപ്പോൾ പത്രോസും കൂടെയുള്ളവരും വല കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി മുഴുവൻ വീശിയിട്ട് ഒരു മത്സ്യം പോലും കിട്ടാതെ ഇരിക്കുന്ന സമയത്താണ് യേശു കർത്താവ് വല കഴുകുന്ന പത്രോസിനെയും കൂട്ടുകാരെയും നോക്കിയിട്ട് പറഞ്ഞത്, എനിക്ക് വചനം പ്രസംഗിക്കേണ്ടതിന് നിന്റെ പടക് എനിക്ക് വേണ്ടി നീക്കാൻ. യേശു ആ പടകിൽ കയറി പുരുഷാരത്തെ ഉപദേശിക്കുന്നത് കാണാൻ കഴിയുന്നു. ഉപദേശമെല്ലാം കഴിഞ്ഞ ശേഷം യേശു പത്രോസിന്റെ നേരെ നോക്കിയിട്ട് പത്രോസിനോട് പറയുക, പത്രോസേ, ശിമിയോനോട് പറയുക, നീ ആഴത്തിലേക്ക് വലയിറക്കുമേ. പത്രോസ് രാത്രി മുഴുവൻ വല വീശിയിട്ട് ഒന്നും കിട്ടാതിരിക്കുമ്പോഴാ ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന്റെ വല ഇറക്കുവിനെന്ന് പറഞ്ഞു. അതിന് ശിമിയോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്ക് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അവന്റെ വലയിൽ കയറി. യേശുവിനെ അറിയില്ലായിരുന്നു അവന്. ഞാൻ പറയാൻ പോവുക, അവൻ അന്നാണ് യേശു പറയുന്ന ഒരൊറ്റ വാക്കിനാൽ അവൻ വലയിറക്കി. അവന് ആ രാത്രി മുഴുവൻ വല വീശിയിട്ട് ഒന്നും കിട്ടാതിരുന്ന ശിമിയോന് യേശു പറഞ്ഞ പാടെ വല ഇറക്കിയ പാടെ വല നിറച്ചു മത്സ്യത്തെ കിട്ടി. അവന് മനസ്സിലായി, എന്നോട് വലയിറക്കാൻ പറഞ്ഞ ആരാണെന്ന്. ആ തിരിച്ചറിവ് പത്രോസിന് യേശുവിൻ്റെ കൂടെ നടക്കുവാൻ അനുവദിച്ചെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ പരാജയപ്പെട്ട് ഇനി ഒന്നും കിട്ടുകയില്ല എന്ന്, രക്ഷയില്ല എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ വാക്കൊന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ, ഞാൻ തയ്യാറായെങ്കിൽ, ദൈവം ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു മത്സ്യമല്ല, ഒരു നേരത്തേനുള്ള മത്സ്യമല്ല, ഒരു ദിവസത്തേക്കുള്ള മത്സ്യമല്ല, വള്ളം നിറയെ 2 വള്ളം നിറയ്ക്കുവാൻ തക്കവണ്ണം മത്സ്യത്തെ കിട്ടിയെങ്കിൽ, പ്രിയമുള്ളവരെ, ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടല്ലോ, നമ്മുടെ കൂടെയുണ്ടല്ലോ. വിശ്വസിക്കാമോ? അത്ഭുതം കണ്ട പത്രോസ് കൂടെ നടന്നു. അത്ഭുതം കണ്ട ആ മഗ്ദലാനക്കാരി മറിയ യേശുവിന്റെ കൂടെ നടന്നു. അത്ഭുതം കണ്ട ശിഷ്യന്മാര് കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയപ്പോൾ ആ അത്ഭുതം കണ്ട ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ നടന്നു. അറിഞ്ഞു നടക്കുന്ന ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും മരിച്ചവനെ ഉയർപ്പിക്കുന്ന യേശുവിനെ അറിഞ്ഞ് അനുഭവിച്ച് നടക്കുക എന്നത് വളരെ അത്ഭുതകരമായ ഒരു ജീവിതമാണ്. ആരെങ്കിലും പറയുന്ന കേട്ട് നടന്നാലുണ്ടല്ലോ, പാതി വഴിക്ക് നമ്മൾ നടത്തം നിർത്തും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ് നമുക്ക് കിട്ടാൻ ഇടവന്നെങ്കിൽ
യേശുവിനെ കണ്ടാ ഞാൻ നടന്നതെങ്കിൽ, യേശുവിനെ കേട്ടാ ഞാൻ നടന്നതെങ്കിൽ, യേശുവിനെ അനുഭവിച്ചാൽ നടന്നതെങ്കിൽ നമ്മൾ നടപ്പ് നിർത്തിയല്ല, നമ്മുടെ പ്രാർത്ഥന നിർത്തിയല്ല, നമ്മുടെ കൂട്ടായ്മ നിർത്തിയല്ല, ആരെല്ലാം നമ്മളെ പഴിച്ചാലും നിർത്തിയല്ല, തള്ളിക്കളഞ്ഞാലും നിർത്തിയല്ല, ഒറ്റപ്പെടുത്തിയാലും നിർത്തിയല്ല, കുറ്റപ്പെടുത്തിയാലും നിർത്തിയല്ല. നിർത്താത്ത ഒരു ജീവിതം അവന്റെ കൂടെ നടക്കാൻ ഈ പ്രഭാതത്തിൽ പറ്റുമെങ്കിൽ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ അറിഞ്ഞ അപ്പസ്തോലന്മാര് കൂടെ നടന്നെങ്കിൽ, നിന്നെ കണ്ട് നിന്നെ അറിഞ്ഞ് കൂടെ നടക്കാനുള്ളൊരു ഭാഗ്യം ഈ വചനം കേൾക്കുന്ന ഞങ്ങൾക്കും തന്ന് ഞങ്ങളെയും കൂടെ നടത്തണമേ. നിന്റെ സ്നേഹവും ശക്തിയും ഞങ്ങൾ അനുഭവിക്കാൻ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ദൈവപ്രവൃത്തിയെ നീ അയക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.